ഹായ് ഫ്രണ്ട്സ്, യേശുനാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹ വന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കാര്യം ഒരു പൊതുവെയുള്ള വിഷയമൊന്നുമല്ല, എങ്കിൽ പോലും ദേവദാസന്മാരായിട്ടുള്ള ആളുകൾ വളരെയേറെ തെറ്റിദ്ധരിക്കപ്പെട്ടു പോയിട്ടുള്ള ഒരു സംഗതിയാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇസ്രായേലിന് ഇനി ഒരു പ്രവാസം കൂടിയുണ്ടോ? ഇസ്രായേൽ ഒരു രാജ്യമായി റിസ്റ്റോർ ചെയ്ത് മധ്യപൂർവ്വ ദേശത്ത് വളരെ ശക്തമായിട്ട് കടന്നു വന്നിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ചില ആളുകൾ പറയുന്നത് ഇനിയും ഇസ്രായേലിനൊരു പ്രവാസം കൂടിയുണ്ട്, ഇസ്രായേലിനൊരു കഷ്ടകാലം കൂടിയുണ്ട്, അത് യാക്കോബിൻ്റെ കഷ്ടകാലം തന്നെ എന്നൊക്കെയുള്ള വചനങ്ങൾ എടുത്തിട്ട് ചില ആളുകൾ പറയുന്നുണ്ട് ഇസ്രായേലിന് വളരെയേറെ കഷ്ടകാലമുണ്ട്. യേശുക്രിസ്തു പറയുന്നു ആ ദിനത്തിൽ ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും ദുരിതം എന്നൊക്കെ പറയുന്നത് അല്ല ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങളാണ് എന്നൊക്കെ പറഞ്ഞ് ചില ആളുകൾ, ചില ദേവദാസന്മാരൊക്കെ വളരെ ദീർഘമായിട്ടുള്ള ചില പ്രഭാഷണങ്ങളൊക്കെ നടത്തുന്നതായിട്ട് യൂട്യൂബിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇനി ഇസ്രായേലിന് ഇനിയൊരു പ്രവാസമുണ്ടോ, അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ റീസ്റ്റോറേഷൻ അതൊരു പൂർണ്ണമായ സംഗതി അല്ലേ എന്നൊക്കെ ചോദിക്കാനായിട്ടുള്ളെങ്കിൽ വിശകലനം ചെയ്യേണ്ടതായിട്ടുള്ള വലിയൊരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുകയാണ്. അവിടെ തെറ്റിദ്ധാരണകൾ മാറ്റി കളയേണ്ടതായിട്ടുണ്ട്. സത്യത്തിൽ ബൈബിൾ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇനി ഇസ്രായേലിനൊരു പ്രവാസം എന്ന് പറയുന്നത് ഇമ്പോസിബിളാണ്. ദാറ്റ്സ് ഇമ്പോസിബിൾ. കാരണം ഇസ്രായേൽ ഒരു ജനതയ്ക്ക്, ലോകത്തിലൊരു മനുഷ്യകുലത്തിൽ പിറന്ന ഒരു ജനതയ്ക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റത്തില്ലാത്ത അത്രയധികം വലിയ കഷ്ടകാലം അനുഭവിച്ചു തീർത്ത ഒരു ജനതയാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. ചരിത്രം നോക്കി നമുക്ക് മനസ്സിലാകും. ഈ 2000 വർഷക്കാലത്തെ ചരിത്രം മാത്രമല്ല, 5000 വർഷക്കാലം നോക്കിയാൽ തന്നെ ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ കഷ്ടകാലം, അവർക്ക് പലപ്പോഴും ഇതുപോലെ വളരെ മോശമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങൾ ഇതുപോലൊക്കെ ഒന്നും കടന്നു പോയിട്ടുള്ള ആളുകൾ വളരെ കുറച്ചേ ഉള്ളൂ. എന്നിട്ടും അവരെ നട്ടുനനച്ച് വീണ്ടും അവരെ ആ പ്രദേശത്തേക്ക് കൊണ്ടുവന്നേക്കുന്നത് വീണ്ടും ഒരു കഷ്ടകാലത്തിന് വേണ്ടി വിട്ടുകൊടുക്കാനായിട്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ്സ് ഗോഡ് ഈസ് നോട്ട് എ റിയൽ ഗോഡ്, ദാറ്റ്സ് എ ക്രൂവൽ ഗോഡ്. അപ്പം അങ്ങനെ ഒരു ദൈവം ഒരിക്കലും ഒരു ശരിയായ ദൈവമായിരിക്കില്ല. അത് തന്നെ ക്രിസ്ത്യൻ തിയോളജിയുടെ ഡിഗ്നിറ്റിയെ തന്നെ അത് ബാധിക്കുന്നതായിട്ട് വരും. അതായത് അങ്ങനെ ഇനി ഇസ്രായേൽ ഇനിയും വീണ്ടും ഒരു കഷ്ടകാലത്തിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബൈബിൾ പ്രവചനങ്ങൾ ദേവദാസന്മാർക്കൊക്കെ ബൈബിൾ വിശകലനം ചെയ്യുവാനായിട്ട് ബുദ്ധിമുട്ടായിട്ട് വരുന്നൊരു കാലഘട്ടത്തിലേക്കാണ് വരുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അങ്ങനെ ഒരു കാരണം കഴിഞ്ഞ വർഷം ഇപ്പം നടന്ന ആ ആക്രമണത്തിൽ അതോടുകൂടി തന്നെ ഇസ്രായേലിൻ്റെ കഷ്ടകാലം മുഴുവൻ തീരുകയാണ്. രാഷ്ട്രത്തെ ആക്രമണം എന്ന് പറയുന്നത് രാഷ്ട്രത്തെ കഷ്ടകാലമായിരുന്നു. ഇനി പൂർണ്ണമായ തോതിൽ ഇത്രയും വലിയൊരു കഷ്ടകാലത്തിലേക്ക് ഇനി ഇസ്രായേൽ കടന്നു വരികയില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം. ഇസ്രായേലിൻ്റെ കഷ്ടകാലം ഏതാണ്ട് തീരാൻ പോവുകയാണ്. ഇനി വരാൻ പോകുന്ന ജനതകൾക്കാണ് ഇനി അയ്യോ കഷ്ടം വരാൻ പോകുന്നത്. കാരണം നമുക്കറിയാം, ഈ ചില പ്രഭാഷകന്മാരെടുത്ത് കാണിക്കുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ കുത്തിയവനെങ്കിലേക്ക് അവർ നോക്കുമെന്ന് പറയുന്ന ഒരു സംഗതി കിടപ്പുണ്ട്. അതുകൊണ്ട് തന്നെ അത് പിന്നെ ഇസ്രായേലിനുള്ളതാണ്, ഇസ്രായേൽ കുത്തിയവനെങ്കിലേക്ക് നോക്കണം എന്നൊക്കെ പറയുന്നത്. യഥാർത്ഥത്തിൽ ഇസ്രായേൽ കുത്തിയവനെങ്കിലേക്ക് നോക്കുക എന്ന് പറയുന്ന ഒരു സംഭവം യഥാർത്ഥത്തിൽ ബൈബിൾ പ്രകാരം ഇസ്രായേലാണോ കുത്തിയവനെങ്കിലേക്ക് നോക്കേണ്ടത്? യഥാർത്ഥത്തിൽ ഇസ്രായേലിൽ നല്ല ഒരു വിഭാഗം ജനങ്ങളാണ് ഇപ്പോൾ ഇസ്രായേലിൽ ജീവിക്കുന്നത്. അവരല്ല യഥാർത്ഥത്തിൽ യേശു ക്രിസ്തുവിനെ കുത്തിയ ജനത അതിന് ചുറ്റുവട്ടം കിടക്കുന്ന മറ്റ് ജനതകളാണ്. നമുക്കറിയാം, ഇപ്പം ഒരു വ്യക്തിയുടെ Y ക്രോമോസോമൽ DNA നമുക്ക് ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് 2000 വർഷം മുമ്പ് കുത്തിയവൻ്റെ Y ക്രോമോസോമൽ DNA വേറുന്ന ആളുകൾ ഇന്നുണ്ടെങ്കിൽ അത് നമുക്ക് കൃത്യമായിട്ടും കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ആധുനിക ടെക്നോളജി ഉപയോഗിച്ച്. ആ ടെക്നോളജി ഉപയോഗിച്ച് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലിൽ കുത്തിയവന്മാരുടെയൊക്കെ Y ക്രോമോസോമൽ DNA ഇസ്രായേൽ ടെസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് കറക്റ്റായിട്ട് അത് നമ്മുടെ ഹമാസിനും അതുപോലെ തന്നെ ഇപ്പോഴുള്ള മറ്റ് സംഘടനകളുണ്ടല്ലോ അവിടെ, അതുപോലെ പലസ്തീനിലുള്ള ആ സംഘടനകൾക്കൊക്കെയാണ് കുത്തിയവനെങ്കിലുടെ പിന്തുണവർക്കായിട്ട് വരുന്നത്. ആ ജനതകളാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇസ്രായേലിലെ ജനസംഖ്യ DNA എന്ന് പറയുന്നത്, Y ക്രോമോസോമൽ DNA എന്ന് പറയുന്നത് അരിമത്യക്കാരൻ ജോസഫിൻ്റെ DNA ആണ്. അതായത് സാഹചര്യം കൊണ്ട് യേശു ക്രിസ്തുവിനെ സ്വീകരിക്കാൻ സാധിച്ചില്ല. പക്ഷേ അവർ ആലോചന സംഘത്തിലെ അവൻ പ്രമുഖനായിരുന്നു, അവൻ രഹസ്യമായി യേശുവിൻ്റെ ശിഷ്യനായിരുന്നു, യേശുവിനെ സ്നേഹിക്കുന്നവനായിരുന്നു. അവൻ വന്നാണ് യേശുവിനെ കബറടക്കുന്നതിന് വേണ്ട ശുശ്രൂഷകളൊക്കെ ചെയ്യുന്നത്. ഇതുപോലെ ആയിരക്കണക്കിന് ആളുകളൊന്നും ഉണ്ടായിരുന്നു രഹസ്യ ശിഷ്യന്മാരായിട്ട് യേശുവിനെ ഉള്ളിൽ ജ്വലിപ്പിച്ചു. പക്ഷേ ചെയ്ത സാഹചര്യങ്ങൾ, ഭൗതിക സാഹചര്യങ്ങൾ കൊണ്ട് അവർക്ക് യേശുവിനെ സ്വീകരിക്കാൻ പറ്റാതെ വന്നു.
അങ്ങനെയുള്ള ഒരു ഇതുണ്ടെങ്കിൽ അവർ ഉള്ളിൽ എപ്പോഴും യേശുക്രിസ്തുവിനുള്ള ഭക്തി ജ്വലിച്ചുകൊണ്ടിരുന്ന ജനമുണ്ട്. ആ ജനങ്ങളുടെ പിന്തുണവർക്കാണ് ഇന്ന് ഇസ്രായേലിൽ ജീവിക്കുന്ന ഇസ്രായേലികൾ എന്ന് പറയുന്നത്. അരിമത്യക്കാരൻ ജോസഫിൻ്റെ പിൻഗാമികളാണ്. യേശുവിനെ കുത്തിയ ആ ആളുകളുടെ പിൻഗാമികളായിട്ട് വരുന്ന ആളുകളാണ് ഇന്ന് ഹമാസ് അല്ലെങ്കിൽ IS പ്രവർത്തിക്കുന്ന ആളുകൾ, അതുമല്ലെങ്കിൽ പിന്നെ അതുപോലുള്ള ഉണ്ടല്ലോ ഹിസ്ബുള്ള, അതൊക്കെ യേശുവിനെ കുത്തിയവരുടെ പിന്തുണവർക്കാരാണ് അവരാണ് യഥാർത്ഥത്തിൽ തിരിഞ്ഞ് യേശുവിനെങ്കിലേക്ക് നോക്കേണ്ടത്. അവർ അന്ത്യകാലമായിട്ട് നോക്കാൻ തയ്യാറാകുന്നില്ല. അപ്പോൾ ഇനി നടക്കാനുള്ളത് എന്താണ്? സത്യത്തിൽ ഇനി നടക്കാനുള്ളത് തൻ്റെ ദിവ്യകുമാരൻ്റെ വിവാഹ വിരുന്നാണ്. അതിനുവേണ്ടി ഒരുക്കിയിട്ടിരിക്കുന്ന പുത്തൻ ജെറുസലേമാണ് ഇന്നത്തെ ഇസ്രായേൽ. അതിനുവേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. പൂർണ്ണമായ തോതിൽ ഒരുങ്ങിയിട്ടില്ല. അത് കുറേയും കൂടെ ഒരുക്കാനുണ്ട്. വളരെ വലിയൊരു വിവാഹ മാമാങ്കമാണ് അവിടെ നടക്കാൻ വേണ്ടി. ലോകത്തിലെ സകല ജനങ്ങളെയും ക്ഷണിച്ചിരിക്കുകയാണ്. ക്ഷണപത്രം അടിച്ചു കൊടുത്തു, എല്ലാവർക്കും കൊടുത്തിരിക്കുകയാണ്. സകല ഇസ്ലാമിക രാജ്യങ്ങൾ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ ക്ഷണപത്രം സ്വീകരിച്ചിട്ട് ചില ആളുകൾ പറയുന്നുണ്ട്, ഞാനൊരു നിലം വാങ്ങി അത് നോക്കാൻ പോകട്ടെ എന്ന് പറഞ്ഞ് ഉപേക്ഷ വിചാരിച്ച് കിടക്കുന്ന ചില രാജ്യങ്ങളുണ്ട്. അവരെയൊക്കെ നമ്മൾ പിടിക്കും. അതുപോലെ തന്നെ ചിലർ പറയുന്നുണ്ട്, ഞാനൊരു വിവാഹം കഴിച്ചു, അവളോട്ട് കുറേയും കൂടെ മധുവിധം ആഘോഷിക്കാൻ പോവുകയാണ് എന്നൊക്കെ പറയുന്ന ഒരു ആ സംഭവമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് വിവാഹ വിരുന്നിന് ക്ഷണിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ക്ഷണപത്രം അടിച്ച് വിതരണം ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ആരൊക്കെ സ്വീകരിക്കുന്നു എന്നുള്ളത് നമുക്കറിയത്തില്ല. എല്ലാവരും സ്വീകരിച്ചാൽ നല്ലത്. നമ്മളെല്ലാവരും വിശ്വസിക്കുന്നു എല്ലാവരും സ്വീകരിക്കുന്നു. പക്ഷേ ഒരു കാര്യം ശരിയാണ്, അത് പറഞ്ഞിട്ടുണ്ടല്ലോ, സ്വീകരിച്ചിരിക്കുന്നത് വിളിച്ചവരാരും ക്ഷണിക്കപ്പെട്ടവരാരും വരികയല്ലെന്ന് യേശു പറഞ്ഞിട്ടുണ്ടല്ലോ. വരുന്നത് മിക്കവാറും ചിലപ്പോൾ ഇന്ത്യ പോലുള്ള, ചൈന പോലുള്ള, അതുമല്ലെങ്കിൽ അതുപോലുള്ള ചിലപ്പോൾ ചെറിയ നമ്മൾ ഫോഷ്കന്മാർ വൃത്തികെട്ടവന്മാർ, ഇവന്മാരൊക്കെ മനുഷ്യരാണോ? ഇവന്മാരൊക്കെ ആഫ്രിക്കയിലൊക്കെയുള്ള ചില ജനങ്ങളെയൊക്കെ കണ്ട് നമ്മൾ ചോദിക്കുന്നുണ്ട്, ഇവന്മാരൊക്കെ മനുഷ്യന്മാരാണ്, ഇവരൊക്കെ എങ്ങനെ ജീവിക്കും? ഇവരൊക്കെ ആയിരിക്കും 90% ബൈബിൾ പ്രകാരമായിട്ട് പറഞ്ഞത്. അവരെയൊക്കെ പോയി അവസാനം വിളിക്കാൻ പറയുന്നുണ്ട്. അവരൊക്കെ കടന്നു വരുന്നുണ്ട്. വിളിക്കപ്പെട്ട പല രാജ്യക്കാരും ചിലപ്പോൾ അവിടെ പ്രസന്റ് ചെയ്യുകയില്ല. അവർ ഇങ്ങനെ ഒഴിവൊഴിവ് പറഞ്ഞ് മാറിപ്പോകുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. അപ്പം അവരെയൊക്കെ പിടിച്ച് നരകാഗ്നിയിലേക്ക് എറിയാനാണ് പറഞ്ഞേക്കുന്നത്. വിലാപവും പല്ലുകടിയായിരിക്കും ഇവിടെ ഉണ്ടാകുന്നത്, മനസ്സിലായല്ലോ. അപ്പോൾ ആ ഒരു കോണ്ടസ്റ്റ് മാത്രമേ നമുക്ക് ഇനിയിപ്പം പുതിയ ഈ കാലഘട്ടത്തിലെ കാര്യങ്ങളെ കാണുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അല്ലാതെ ഇസ്രായേലിനൊരു കഷ്ടകാലം എന്ന് പറയുന്നത് ഇനിയില്ല. ഇസ്രായേലിലെ തൻ്റെ ദിവ്യകുമാരൻ്റെ കിരീടധാരണമാണ് ഇനി നടക്കാനുള്ളത്. അവൻ്റെ വിവാഹ മാമാങ്കം നടക്കാനുള്ളത്. സഭയെ നിർമ്മല മണവാട്ടിയായിട്ട് സ്വീകരിക്കുകയുണ്ട്. അപ്പോൾ ആ കാലഘട്ടത്തിലേക്ക് വേണ്ടി ഒരുങ്ങാനുള്ള ഒരു കൃപ നമുക്കുണ്ടാകണമല്ല. ഇസ്രായേലിനെ പഴിക്കുന്നതല്ല. ഇസ്രായേലിനെ പഴിച്ചുകൊണ്ട് കാര്യവുമില്ല. ഇസ്രായേലിൽ ക്യാപ്റ്റീവ്സം ഇനി ഉണ്ടാകാൻ പോകുന്നില്ല. അത് നമുക്ക് മനസ്സിലാക്കണം. അത്തരം കാര്യങ്ങൾക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി നമുക്ക് ഈ വേളകൾ ഉപയോഗിക്കാമെന്ന് ഞാൻ ആശംസിക്കുന്നു. നിങ്ങളെല്ലാവരും അഭിപ്രായം അറിയിക്കണം, കമൻറ്റുകളിലിടണം. കമൻറ്റുകളൊക്കെ ഞാൻ നോക്കുന്നുണ്ട്, എല്ലാം ശൂന്യമായിട്ട് കിടക്കുകയാണ്. കാണുന്നവരൊരു കമൻറ്റെങ്കിലും ജസ്റ്റ് ഇടൂ, നമുക്ക് സംസാരിക്കാം. ഓക്കെ, ബൈ.